മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എനിക്ക് മനസ്സിലായി. എങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്ക്. അതിനുശേഷം നമുക്ക് ഫൈനൽ ഡിസിഷനിലെത്താം. ശരി ഡോക്ടർ. മായ വാ. ശോ, ഹരി പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ടെൻഷനാവുന്നു. ടെൻഷനായിട്ട് എന്താ കാര്യം? ജോൾസിനെ കണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് നോക്കാൻ പറ. ഞാനത് പറഞ്ഞു. ഞാനൊരു കാര്യത്തിന് ജോൾസിനെ കാണാൻ പോയാ അത് ഭയങ്കര കുറ്റമായി. ഇപ്പൊ കണ്ടോ, ജോൾസിനെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചതുണ്ടോ? അതെന്തോ ചക്ക വീണ് മോയില് ചത്തു എന്ന് പറയുന്ന പോലെ സംഭവിച്ചതായിക്കൂടെ? ഇത് ചക്കയും മാങ്ങയും വീണതൊന്നും അല്ല. അവര് ശരിക്കും കണക്കുകൂട്ടി പറഞ്ഞത് തന്നെ. ഇതെല്ലാം കൂടി മായ എങ്ങനെ സഹിക്കുവോ? ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ലല്ലോ. എല്ലാം നിങ്ങളുടെ കാരണവന്മാരുടെ കുഴപ്പാ. നീ എന്തിനാ തന്നെ മരിച്ചുപോയ കാരണവന്മാരെ പഴിക്കുന്നേ? വച്ച് പൂജിച്ചിരുന്ന പരദേവതയെ കളഞ്ഞ തറവാടാ. അവിടുത്തെ ഒരാൾക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എന്താ ഒന്നും പറയുന്നില്ലേ? ഞാൻ എന്ത് പറയാനാ? മുത്തശ്ശൻ അന്ന് തറവാട് ക്ഷേത്രം ഏറ്റെടുത്തിരുന്നെങ്കില് ഇപ്പൊ ഞാനായിരുന്നു അവിടെ പൂജ ചെയ്യേണ്ട ആള്. അത് പേടിച്ചിട്ട് ഭഗവാൻ തന്നെ ഇറങ്ങിപ്പോയതായിരിക്കും. ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടെന്നല്ലേ പറയാറ്? അന്ന് തറവാട്ടിലെ വിഗ്രഹം കാണാതെ പോയപ്പോ അവിടെ ഉള്ളവർക്ക് പ്രശ്നം വെച്ച് പരദേവത ശക്തിയെ മറ്റൊരു വിഗ്രഹത്തിലാക്കി പൂജിച്ചുകൂടായിരുന്നോ? അതിനെന്തൊക്കെയോ തടസ്സങ്ങളുണ്ടായിരുന്നു. എന്ത് തടസ്സം? അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം കുറെ തലമുറകൾക്ക് മുൻപ് ഒരു കാരണവർക്ക് ദ്വാരകയിലുള്ള ഗുരുനാഥം കൊടുത്തതാ. അതുകൊണ്ട് ആ പകരം ഒന്ന് പ്രതിഷ്ഠിക്കാൻ ആരും തയ്യാറാവാത്തെ. എന്നാലും ഒരു സങ്കല്പത്തിലെങ്കിലും പൂജ മുടക്കാതിരിക്കായിരുന്നു. ഇത്രയും തകർന്നു പോവില്ലായിരുന്നു. അമ്മയുടെ പൂജയും ഭക്തിയൊക്കെ കൊണ്ടാ നമ്മളൊക്കെ ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഞാനോ? ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പൂജയും വഴിപാടുകളൊക്കെ കഴിച്ചു നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ട്. പിന്നെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ജീവിച്ചു പോന്നെന്ന് പറഞ്ഞ എന്താ? അതും ഉണ്ട് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സത്യം പറഞ്ഞ ശരിക്കും നിന്റെ പ്രാർത്ഥന തന്നെയാണ് മെയിൻ. അത് ഞാനിനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് ഓർത്ത് പറയാതിരുന്നതാ. നിങ്ങളെ ശരിക്കും ഓന്താ. നിൽക്കണ നിൽപ്പിൽ നിറം മാറും. ആണുങ്ങളായാലേ ഒരു നിലപാട് വേണം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം. ഇനി സത്യം പറ, അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ ഓർക്കെങ്കിലും ചെയ്തായിരുന്നോ? ഇതെന്നെ കൊല്ലാനുള്ള ചോദ്യമാണല്ലോ. മനോജേട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്നെ ഓർത്തായിരുന്നോ? ഓർത്തായിരുന്നു. മനസ്സിലുണ്ടായിരുന്നു. നീ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സത്യം. എന്നാ നിങ്ങൾക്ക് കൊള്ളാം. വെണ്ടയ്ക്ക് കട്ട് ചെയ്തിട്ട് ക്യാരറ്റ് കട്ടിയേ. എന്റെ കൃഷ്ണ, ഒരുപാട് പ്രതീക്ഷ തന്നിട്ട് ഞങ്ങളെ വലിയൊരു സങ്കടക്കടലിൽ ആഴ്ത്തല്ലേ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിന് വേണ്ടിയാ. ഞാൻ മരിച്ചാലും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാഹചര്യം മനസ്സിലാക്കാതെ നീ സംസാരിക്കാതെ മായേ. ഡോക്ടർ പറഞ്ഞത് താനും കേട്ടതല്ലേ. ആര് പറഞ്ഞത് കേട്ടാലും ഞാൻ സമ്മതിക്കില്ല ഹരിയേട്ടാ. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ആരും എന്നെ നിർബന്ധിക്കരുത്. എന്റെ തീരുമാനത്തിനെതിരെ നിൽക്കരുത്. എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല.
മോനെ, രാവിലെ മനോജ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ കാര്യം പറയാൻ വന്നപ്പോഴാ മായയ്ക്ക് വല്ലാതെ വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. മനോജ് എന്തിനാ വിളിച്ചത്? മായ ഗർഭിണിയായ സമയത്ത് മനോജും തന്നെയും ഒരു ജോർസിനെ കാണാൻ പോയത് ഹരി ഓർക്കുന്നില്ലേ? ഉണ്ട്. അദ്ദേഹം അന്ന് മായയുടെ ഗൃഹനില പരിശോധിച്ച ശേഷം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടാരും നമ്മളെ അറിയിച്ചില്ലല്ലോ. ഡോക്ടറും ജ്യോത്സ്യരും ഒരേ കാര്യം തന്നെ പറയുമ്പോൾ നമ്മളത് സീരിയസ് ആയിട്ട് കാണണം. അതെ, മോനൊന്ന് ജോലിസിനെ കണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് നോക്കണം. മായ ഇങ്ങനെ ഒന്നിനും സമ്മതിക്കാതെ നിന്നാ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് കൈയും കാലും തളരുന്നു. അവളെ ആശ്വസിപ്പിക്കാനുള്ള മനധൈര്യം എനിക്കില്ല. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. നാളെ തന്നെ ഞാൻ ജ്യോത്സ്യനെ പോയി കാണാം. എന്തെങ്കിലും ഒരു പരിഹാരം അദ്ദേഹം പറയാതിരിക്കില്ല. അമ്മേ, ഈ ഒരു സമയത്ത് അമ്മ ഇങ്ങനെ തളരരുത്. മായയെ ആശ്വസിപ്പിക്കേണ്ടത് അമ്മയാ. ചെല്ലേ, മോൻ ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കേ. എന്റെ ഭഗവാനെ, എന്റെ മോളെയും കുഞ്ഞിനെയും കാത്തിരക്ഷിക്കണേ. ഈ സമയത്ത് ഞാൻ പ്രശ്നം ചിന്തിക്കാറില്ല. എങ്കിലും ഞാൻ നേരത്തെ നോക്കിയതിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഗ്രഹനില പരിശോധിച്ചത്. ശരിയാ, ഇത് ഞാൻ മുമ്പ് നോക്കി പറഞ്ഞിട്ടുള്ളതാണല്ലോ. അന്ന് ഈ ഗ്രഹനിലക്കാരിയുടെ സഹോദരനാണ് വന്നതല്ലേ? അതെ. കുഞ്ഞിനു വേണ്ടിയുള്ള നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാകും. പക്ഷേ ഇതൊരു വല്ലാത്ത അവസ്ഥയാ. ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് ആപത്ത് സംഭവിച്ചേക്കാം. പക്ഷേ കുഞ്ഞ് ജനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് ഒരു ജ്യോത്സ്യനും പറയാൻ പാടില്ലാത്തതാ. എങ്കിലും സത്യം പറയാതെ വയ്യല്ലോ. എന്താണെങ്കിലും പറയൂ ജ്യോത്സ്യരെ. ഞങ്ങൾ ഗണനം നടത്തുന്നത് ജനന സമയത്തെ അടിസ്ഥാനമാക്കിയ. ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന് ആദ്യ ശ്വാസം പ്രാണനായി ഉള്ളിലെടുക്കുന്ന സമയം, അത് ഒരു നിമിഷത്തിൻ്റെ 1000-ൽ 1 വ്യത്യാസം വന്നാലും ഫലം മാറും. അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഒന്നിനെയും അന്ധമായി വിശ്വസിച്ച് വിഷമിക്കണ്ട, പ്രാർത്ഥിക്കുക. ഇത് എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതല്ലേ? അതെ, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്നു വരുന്ന ഗ്രഹനിലകൾക്കെല്ലാം ആശുപത്രിയിലെ ഡോക്ടറോ നഴ്സോ പറയുന്ന സമയത്തിൻ്റെ ആധാരം മാത്രമേ ഉള്ളൂ. അതൊരിക്കലും കൃത്യമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വിധി എന്തായാലും അനുഭവിക്കാൻ തയ്യാറായി ധൈര്യമായിരിക്കുക. പക്ഷേ എന്റെ ഭാര്യയുടെ ജീവൻ പണയം വെച്ചോണ്ട് അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഞാൻ പരീക്ഷണത്തിന് തയ്യാറാവും? ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ പറ്റൂ. അത് പ്രപഞ്ച സത്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചാൽ പിന്നെ വലിയ ദുഃഖങ്ങൾക്കൊന്നും ജീവിതത്തിൽ സ്ഥാനമുണ്ടാകില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള അറിവോ മനസ്സോ എനിക്കില്ല. ഒരു അപേക്ഷ എനിക്കുള്ളൂ. എന്റെ മായ എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവോ? എന്താണെങ്കിലും ഞാൻ ചെയ്തോളാം. അതിന് ഒരു പരിഹാരമേ ഉള്ളൂ. കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുക. പറയുന്നത് ക്രൂരതയാണ്, പക്ഷേ മറ്റൊരു പോംവഴിയും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന്
എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ജയ. നീ ഇങ്ങനെ ഡെസ്പാവാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഞാനിതെങ്ങനെ മായയോട് പറയും? പറയാതെ പറ്റില്ലല്ലോ. കുട്ടികൾ ഇനിയും ഉണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം. നിന്റെ കൂടെ എന്നും ഉണ്ടാവേണ്ടത് മായയാണ് ഹരി. ഇതൊക്കെ ഞാൻ പറഞ്ഞാലും മായ അംഗീകരിക്കില്ല. ഒരു കുഞ്ഞിന് വേണ്ടി അവൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോ നീയും ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡോക്ടറും ജോത്സ്യനും ഇങ്ങനെ പറയുമ്പോൾ മായ എങ്ങനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മായ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ മനോജ് ജാതകം നോക്കിച്ചു തന്നു. കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് അന്നേ ജോത്സ്യം പറഞ്ഞതാ. പക്ഷേ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മനോജ് ഇതുവരെ പറഞ്ഞില്ല. അതിന് മനോജനെ കുറ്റം പറയാൻ പറ്റില്ല ഹരി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5-6 വർഷങ്ങളായി ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ചു മോഹിച്ചിരിക്കുമ്പോഴല്ലേ മായ പ്രഗ്നന്റ് ആവുന്നത്. ആ സന്തോഷത്തിൽ മതിമറന്നിരിക്കുമ്പോൾ ജോത്സ്യൻ പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ നിങ്ങളോട് പറയാൻ മനസ്സാക്ഷിയുള്ള ആർക്കെങ്കിലും പറ്റുമോ? അതുകൊണ്ട് മനോജ് പറഞ്ഞില്ല. ഇതിപ്പോ മായയ്ക്ക് 7-ാം മാസമാ. ഈ സമയത്ത് ഒരു നോർമൽ അബോർഷൻ പോലും സാധിക്കില്ല. ആ കുഞ്ഞിപ്പോ ശരിക്കും വളർന്നിട്ടുണ്ടാവില്ലേ? അതിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാല് ഒരു ജീവൻ എടുക്കുന്നതിന് തുല്യമല്ലേ? അമ്മയുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു നോർമൽ പ്രൊസീജിയർ അല്ലേ? മെഡിക്കൽ മേഖലയിൽ നിൽക്കുന്ന നമുക്കൊക്കെ ഇതറിയാവുന്ന കാര്യമല്ലേ? മറ്റുള്ളവരുടെ കാര്യമാകുമ്പോ അത് കേട്ടു നിൽക്കാനും സഹതപിക്കാനും പറ്റും. പക്ഷെ സ്വന്തമായി അങ്ങനത്തെ അവസ്ഥ വരുമ്പോ എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കേ. മായയോട് നീ മനസ്സ് തുറന്ന് സംസാരിക്കേ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. പറ്റുമെങ്കിൽ മായയും കൂട്ടി ഡോക്ടർ ഒന്നോട് കാണ്, അതായിരിക്കും നല്ലത്. നോക്കാം. കാര്യങ്ങൾ അറിയുമ്പോ മായ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ശരി. വന്നിടുമിവിടേക്ക് രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമിന്ന് നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിൻ തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിൻ തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാവാം താപസന്മാർക്കുപോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതിൽ മോനെ, ജോത്സ്യനെ കണ്ടായിരുന്നോ? കണ്ടു. എന്താ പറഞ്ഞത്? കുഴപ്പങ്ങളുണ്ട്, പക്ഷെ പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ കൃഷ്ണ, നീ കാത്തു. വെപ്രാളം കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് അറിയാമെങ്കിലും മനോജ് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. അപ്പൊ തന്നെ മഹയ്ക്ക് വേദന കൂടിയത് കണ്ടപ്പോ എന്റെ പേടി അങ്ങ് കൂടി. അതാ മോനോട് ഇന്ന് തന്നെ ജോത്സ്യനെ കാണാൻ പറഞ്ഞത്. വലിയ വഴിപാടുകളാണോ പരിഹാരമായിട്ട് പറഞ്ഞത്? അല്ല, കുഴപ്പമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ അമ്മേ. ആ, എന്നാ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം. ചെയ്യാം. എന്റെ ഭഗവാനെ, നീ കാത്തു. ഹരിയേട്ടൻ ഇതെവിടെ പോയി?
ഹരിയേട്ടാ, ആ, ഇതെന്താ ഇവിടെ വന്ന് ആലോചിച്ച് നിൽക്കുന്നേ? ഞാൻ വെറുതെ. അമ്മ കിടന്നോ? കിടന്നു. ഹരിയേട്ടൻ ഇപ്പോഴും ആ ഡോക്ടറും ജോൾസിനും ഒക്കെ പറഞ്ഞ കാര്യം ആലോചിച്ച് നിൽക്കാണോ? അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ അവര് പറഞ്ഞത്. ചിലതൊക്കെ മറക്കണം ഹരിയേട്ടാ. നമുക്കൊരു കുഞ്ഞിനെ വേണം. അതിന് തടസ്സമായി എന്ത് വന്നാലും അത് കണ്ടില്ലെന്ന് വെക്കണം. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ? ഇതുവരെയും കുഞ്ഞുങ്ങളില്ലാതെയല്ലേ നമ്മൾ ജീവിച്ചത്? ഇനിയും നമുക്കങ്ങനെ ജീവിച്ചൂടെ? എന്തിനാ ഈ വാശി? ഇല്ല ഹരിയേട്ടാ, ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം സഹിച്ച് നമ്മൾ പഴയതുപോലെ ജീവിച്ചു പോയനെ. പക്ഷെ ഇപ്പൊ ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നിരിക്കുക. ഈ കുഞ്ഞിനെ കാണാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ഞാനിത് ഡോക്ടറോട് പറഞ്ഞത് ഹരിയേട്ടനും കേട്ടില്ലേ? എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ താൻ മാത്രമേ ഉള്ളൂ. തനിക്കെന്തെങ്കിലും സംഭവിച്ച എനിക്കത് താങ്ങാൻ പറ്റില്ല. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോ നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണമായേ. ഹരിയേട്ടൻ വെറുതെ പേടിക്കാതിരിക്കെ. എനിക്കൊന്നും സംഭവിക്കില്ല. ആൽത്തറ ക്ഷേത്രത്തിലെ കൃഷ്ണ ഭഗവാൻ നമ്മുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് തന്ന സമ്മാനമാണ് ഈ കുഞ്ഞ്. ഞാൻ മച്ചിയാണെന്നും ഹരിയേട്ടനൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്തവളാണെന്നും പലരും എന്നെ പഴി പറയുന്നത് കേട്ട് നെഞ്ചു പൊട്ടി കരഞ്ഞപ്പോഴാ ഭഗവാൻ ഈ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചത്. ഈ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം. ഒരുപക്ഷെ ഡോക്ടർമാര് പറയും പോലെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഹരിയേട്ടൻ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. നമ്മുടെ കുഞ്ഞ് ഹരിയേട്ടന് കൂട്ടുണ്ടാവും. ഭാവയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ ഹരിയേട്ടന്റെ സങ്കടങ്ങളെല്ലാം മാറും. താൻ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് കുഞ്ഞിനെ വേണം ഹരിയേട്ട. നമ്മുടെ ഭാവയെ കൊഞ്ചിച്ച് വളർത്താനും ഹരിയേട്ടന്റെയും കുഞ്ഞിന്റെയും ഒപ്പം ജീവിക്കാനും എനിക്കൊരുപാട് കൊതിയുണ്ട്. നമ്മുടെ നടുക്ക് കിടത്തി ഭാവയെ പാട്ടുപാടി ഉറക്കണം. പിച്ച വെച്ച് നടക്കുമ്പോ കൂടെ നമുക്ക് പിടിച്ച് നടത്തണം. ഹരിയേട്ടന്റെ നെഞ്ചിൽ കിടത്തി കഥകൾ പറഞ്ഞു കൊടുക്കണം. എനിക്ക് മരിക്കണ്ട ഹരിയേട്ടാ. ഇത് ഭഗവാൻ തന്ന കുഞ്ഞ്. അപ്പോ നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യവും ഭഗവാൻ തന്നെ തരും. അതെനിക്ക് ഉറപ്പാ. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട ഹരിയേട്ട. ഇനി ഒരിക്കലും അങ്ങനൊരു കാര്യം ഹരിയേട്ടൻ എന്നോട് പറയരുത്. ഒരിക്കലും പറയരുത്.
രൂപ എല്ലാം ഇവരോട് ബ്രീഫ് ചെയ്തിട്ടുണ്ടല്ലോ. കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തതാ ഡോക്ടർ. എന്നിട്ടും മായ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുക. അതൊരമ്മയുടെ മനസ്സാ. മായയുടെ തീരുമാനം അതാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് നമുക്ക് മായയ്ക്ക് കൊടുക്കാം. ബട്ട് ഡോക്ടർ, കോംപ്ലിക്കേഷൻസ് ഇല്ലേ, അതിന്റെ റിസ്ക് എടുക്കാൻ ഹരിയും മായും തയ്യാറാണെങ്കിൽ അതിന് അവരെ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. താങ്ക് യു ഡോക്ടർ. ഹരിയേട്ടനെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ഒടുവിൽ എന്റെ ആഗ്രഹത്തിന് മനസ്സില്ലാ മനസ്സോടെയാ സമ്മതം തന്നത്. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും മായ മനസ്സ് മാറ്റാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ മായയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതി. നല്ലത് തന്നെ സംഭവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം. ശാസ്ത്രത്തിനപ്പുറം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ഈശ്വരൻ തീരുമാനിക്കുന്നതേ നടക്കൂ.